കേൾക്കാമോ മക്കളെ? കേൾക്കാമോ? യെസ് യെസ് യെസ്. എല്ലാം പെർഫെക്റ്റ് അല്ലേ? എല്ലാം പെർഫെക്റ്റ് അല്ലേ? ഓക്കെ 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 ഓക്കെ. കൈൻഡ്ലി ഗിവ് മീ എ മെസ്സേജ് വെർ വി സ്റ്റോപ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. ആ നോട്ട് ബുക്ക് നോക്കി പറഞ്ഞേടാ, എവിടെയാണ് നമ്മൾ നിർത്തിയത് എന്നൊന്ന് പറ. ജിനി, അർജുൻ കൃഷ്ണ, അനില, ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഏത് പോയിന്റ് ആണ് കൃത്യമായിട്ട് പറഞ്ഞത് എനിക്കൊന്നും ഓർമ്മയില്ല. ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരം. അതുല്യ, ഹായ്. എഫക്ട് ഓഫ് ആഡിങ് ഇനർട്ട് ഗ്യാസ് പറയണം, ശരിയല്ലേ? എഫക്ട് ഓഫ് ആഡിങ് ഇനർട്ട് ഗ്യാസ് പറയണം, ശരിയല്ലേ? യെസ്. ദിയ, ഹായ്. യെസ്, ഓക്കെ, ഫൈൻ. അപ്പൊ എല്ലാവരും ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക. ഇതുവരെ പറഞ്ഞ ടോപ്പിക്സ് ഒന്ന് കൃത്യമായിട്ട് ഒന്ന് റിവൈസ് ചെയ്യുക. വി സ്റ്റാർട്ടഡ് ഫ്രം റിവേഴ്സിബിൾ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ, ലോ ഓഫ് മാസ് ആക്ഷൻ നമ്മൾ പറഞ്ഞു, ലോ ഓഫ് ഇക്വിലിബ്രിയം പറഞ്ഞു, കെ സിയെ കുറിച്ച് പറഞ്ഞു, കെ സി ആൻഡ് കെ പി, കെ സി ആൻഡ് കെ പി, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ആൻഡ് ഇൻ ടേംസ് ഓഫ് പ്രഷർ. അതുപോലെ കെ പി കെ സി റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 3-4 കേസസും അതിന്റെ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. പിന്നെ റിയാക്ഷൻ കോഷ്യന്റിനെ കുറിച്ച് പറഞ്ഞു, റിയാക്ഷൻ കോഷ്യന്റ്. പിന്നെ ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ, എന്താണ് ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനം അത് പറഞ്ഞു. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അത് പറഞ്ഞു. ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ, ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ, ഇഫക്റ്റ് ഓഫ് പ്രഷർ, ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് അല്ലെ, ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, ഫൈനലി ഇഫക്റ്റ് ഓഫ് ആഡിങ് ഇനർട്ട് ഗ്യാസ്. അതാണ് നമുക്കിനി പറയാനുള്ളത്. അനന്യ, ഹായ്. ഇഫക്റ്റ് ഓഫ് ആഡിങ് ഇനർട്ട് ഗ്യാസ് ആണ് ഇനി പറയാനുള്ളത്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ തിങ്ക് ഐ ഹാവ് ഗിവൺ ആൻ ഇൻട്രൊഡക്ഷൻ. യെസ്, എക്സാക്ട്ലി. ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഇഫക്റ്റ് ഓഫ് ആഡിങ് ഇനർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് വോള്യൂം. ഇഫക്റ്റ് ഓഫ് ആഡിങ് ഇനർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് വോള്യൂം. ആദ്യം കോൺസ്റ്റന്റ് പ്രഷറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. You see the example where we stopped in the last class. The example is PCl3 plus Cl2 giving PCl5. So there is 3 gases present. PCl3 ഉണ്ട്, Cl2 ഉണ്ട്, PCl5 ഉണ്ട്. PCl3 ഉണ്ട്, Cl2 ഉണ്ട്, PCl5 ഉണ്ട് inside the system. And we are maintaining constant pressure. Pressure constant ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എങ്ങനെയാണ് പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് ചോദിച്ചാൽ, ബൈ പ്രൊവൈഡിങ് എ ഫ്രീ മൂവിങ് എയർ ടൈറ്റ് പിസ്റ്റൺ. ഈ കാണുന്നത് ഒരു എയർ ടൈറ്റ് പിസ്റ്റൺ ആണ്. ഫ്രീ മൂവിങ് എയർ ടൈറ്റ് പിസ്റ്റൺ ആണ്. ഇതാണ് നമ്മുടെ സിസ്റ്റം, ഇതാണ് സിസ്റ്റം, ഇത് സറൗണ്ടിങ്സ്. സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ദിസ് ഈസ് സിസ്റ്റം ആൻഡ് ദിസ് ഈസ് സറൗണ്ടിങ്സ്. ആൻഡ് ദിസ് ഈസ് എ ഫ്രീ മൂവിങ് എയർ ടൈറ്റ് പിസ്റ്റൺ. ഇത്തരം ഒരു സിസ്റ്റത്തിൽ ഒരിക്കലും പ്രഷർ ചേഞ്ച് ഉണ്ടാവില്ല, പ്രഷർ ചേഞ്ച് വരില്ല. കാരണം സിസ്റ്റത്തിൽ പ്രഷർ കൂടുകയാണെങ്കിൽ പിസ്റ്റൺ ഓട്ടോമാറ്റിക്കലി താഴത്തോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യും, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. സിസ്റ്റത്തിനകത്ത് പ്രഷർ കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യും, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. കാരണം സിസ്റ്റവും സറൗണ്ടിങ്സും ഇക്വിലിബ്രിയത്തിലാണ്. ആൻഡ് ദിസ് ഈസ് എ ഫ്രീ മൂവിങ് പിസ്റ്റൺ, റൈറ്റ്? Under this situation, we are adding an inert gas. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നു. ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നു, ഒരു ഹീലിയം ഗ്യാസ് അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു ഇനർട്ട് ഗ്യാസ് ഈ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. വാട്ട് വിൽ ഹാപ്പൻ? ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരു ഗ്യാസും കൂടെ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി 3 ഗ്യാസ് ഉണ്ട്. PCl3 ഉണ്ട്, Cl2 ഉണ്ട്, PCl5 ഉണ്ട്. ഒരു ഗ്യാസും കൂടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും
the piston will be pushed down. ഇവിടെ നിൽക്കുന്ന പിസ്റ്റൺ ഇതാണ് ഇപ്പോഴത്തെ പിസ്റ്റന്റെ അവസ്ഥ. പിസ്റ്റന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അത് എങ്ങോട്ട് മാറും? താഴത്തേക്ക് വരും. ദിസ് വിൽ ബി ദ ന്യൂ പൊസിഷൻ ഓഫ് ദ പിസ്റ്റൺ. അപ്പോൾ ഇവിടേക്ക് വന്നു. നേരത്തെ പിസ്റ്റൺ ഇവിടെയായിരുന്നു, ഇപ്പോൾ ഇവിടേക്ക് വരും. ബിക്കോസ് ദ പിസ്റ്റൺ ഈസ് പുഷ്ഡ് ഡൗൺ. എന്തുകൊണ്ടാണ് പിസ്റ്റൺ താഴത്തേക്ക് പുഷ് ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഹീലിയം അല്ലെങ്കിൽ ഒരു ഇനർട്ട് ഗ്യാസ് നമ്മൾ ആഡ് ചെയ്തു. ഓൾറെഡി അതിനകത്ത് 3 ഗ്യാസ് ഉണ്ട്. പുതിയൊരു ഗ്യാസും കൂടെ വരുന്ന സമയത്ത് പിസ്റ്റൺ താഴത്തേക്ക് മൂവ് ചെയ്യും. ദാറ്റ് മീൻസ് വോള്യൂം വിൽ ഇൻക്രീസ്. വോള്യൂം കൂടും. പ്രദീപ് ലക്ഷ്മൺ ഹായ്. നേരത്തെ എത്രയായിരുന്നു വോള്യൂം? ഇതായിരുന്നു നേരത്തെ വോള്യൂം. ഇപ്പൊ വോള്യൂം എത്രയായി? ഇതായി പുതിയ വോള്യൂം. സോ വോള്യൂം ഇൻക്രീസസ്. വോള്യൂം നേരത്തെ V1 ആയിരുന്നു, ഇപ്പോൾ അത് V2 ആയിട്ട് കൂടി. വോള്യൂം കൂടി. ഇതെന്താണ് നമുക്ക് തരുന്ന കോൺസിക്വൻസ്? നമുക്ക് നോക്കാം. Kc is equal to, you know, Kc is equal to concentration of PCl5 divided by concentration of PCl3 into concentration of Cl2. ഇതാണ് Kc. നമുക്കറിയാലോ ഈ ഇക്വേഷന്റെ Kc ഇതാണ്. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? പുതിയൊരു ഗ്യാസ് കൂടെ വന്നപ്പോ വോള്യൂം കൂടി. And you know what is the consequence of increase in volume? You know molarity equal to mole per liter എന്നാണ്. ഈ വോള്യൂം കൂടിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയൂടാ. When the volume of the system increases, concentration decreases. ആരുടെ കോൺസെൻട്രേഷൻ? എല്ലാവരുടെയും കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. ഇതാ ഇയാളുടെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും, ഇയാളുടെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും, ഇയാളുടെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. ആകെ 3 ഗ്യാസാണ് ഉള്ളത്. PCl5 ഉണ്ട്, PCl3 ഉണ്ട്, Cl2 ഉണ്ട്. ഇത് ഉൾപ്പെടുന്ന ചേംബറിന്റെ വോള്യൂം കൂടി. എന്താ വോള്യൂം കൂടാൻ കാരണം? ആ പിസ്റ്റൺ താഴത്തേക്ക് മൂവ് ചെയ്തു. എന്തുകൊണ്ട് പിസ്റ്റൺ താഴത്തേക്ക് മൂവ് ചെയ്തു? പുതിയൊരു ഗ്യാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഗ്യാസ് ഈ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഗ്യാസ് ആണോ? അല്ല. റൈറ്റ്? ഈ റിയാക്ഷനിൽ അയാൾക്ക് റോളൊന്നുമില്ല. പക്ഷെ ആ ഗ്യാസ് വന്നപ്പോ പിസ്റ്റൺ താഴത്തേക്ക് പോയി, വോള്യൂം കൂടി. വോള്യൂം കൂടിക്കഴിഞ്ഞാൽ മൊളാരിറ്റി കുറയും. ഇത് മോളാർ കോൺസെൻട്രേഷൻ ആണ്. ഇത് കുറയും, ഇത് കുറയും, ഇത് കുറയും. ഓരോ ഗ്യാസസിന്റെയും മോളാർ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. ന്യൂമറേറ്ററിൽ ഒരു വാല്യൂ ഡിക്രീസ് ചെയ്യും. നോക്കുക, ന്യൂമറേറ്ററിൽ ഒരു വാല്യൂ ഡിക്രീസ് ചെയ്യും, ഡിനോമിനേറ്ററിൽ അതേസമയം 2 വാല്യൂ ഡിക്രീസ് ചെയ്യും. സോ വാട്ട് വിൽ ദ നെറ്റ് റിസൾട്ട് ഈസ്? Kc കൂടുകയോ കുറയോ? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. തിങ്ക് മാത്തമാറ്റിക്കലി. ന്യൂമറേറ്ററിൽ ഒരു വാല്യൂ കുറയുന്നു, ഡിനോമിനേറ്ററിൽ 2 ആളുടെ വാല്യൂ കുറയുന്നു. Kc കൂടുകയോ കുറയോ? Kcക്ക് വരുന്ന മാറ്റം എന്തായിരിക്കും? Kc കൂടുമോ കുറയുമോ? Kc വിൽ ഇൻക്രീസ്. കാരണം ഡിനോമിനേറ്ററിൽ 2 വാല്യൂ ചെറുതാവാണ്. അപ്പൊ ന്യൂമറേറ്ററിൽ ഒരു വാല്യൂ ചെറുതാവുന്നു. ഫോർ എക്സാമ്പിൾ വോള്യൂം ഡബിൾ ആയി എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ വോള്യൂം ഡബിൾ ആയി എന്ന് വിചാരിക്കുക. കോൺസെൻട്രേഷൻ പകുതിയാവും. ന്യൂമറേറ്ററിലുള്ള വാല്യൂ പകുതിയായി, ഡിനോമിനേറ്ററിലുള്ള 2 വാല്യൂസ് പകുതിയായി. അപ്പൊ എന്താ സംഭവിക്കുക നോക്ക്. ഇവിടെ ഒരു ഹാഫ് വരും, ഇവിടെ ഹാഫും 1/4 വരും. സോ ദ നെറ്റ് റിസൾട്ട് ഈസ് Kc വിൽ ബിക്കം ഡബിൾ. Kc വിൽ ഇൻക്രീസ് ആൻഡ് ദ സിസ്റ്റം വിൽ ട്രൈ ടു ഒപ്പോസ് ദാറ്റ്. സിസ്റ്റം എന്ത് ചെയ്യും? Kc കുറയ്ക്കാൻ വേണ്ടുന്ന നടപടികൾ എടുക്കും. ബിക്കോസ് Kc ഹാസ് ടു ബി മെയിൻറ്റൈൻഡ് കോൺസ്റ്റന്റ്. അപ്പോ Kc കൂടുന്നതിനെ സിസ്റ്റം ഒപ്പോസ് ചെയ്യും. Kc കുറയ്ക്കാൻ ശ്രമിക്കും. എങ്ങനെയാണ് Kc കുറയ്ക്കാൻ പറ്റുക? എങ്ങനെയാണ് Kc മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക? കൂടുന്ന Kc വാല്യൂവിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? കൂടുന്ന Kc വാല്യൂവിനെ കുറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പറ. ഇങ്ങോട്ട് പോകണോ അതോ ഇങ്ങോട്ട് വരണോ? Kc കുറയ്ക്കാൻ എന്ത് ചെയ്യണം? ഫോർവേഡിലേക്ക് പോകണോ ബാക്ക്വേർഡിലേക്ക് വരണോ? Kc ടെൻഡ് ടു ഇൻക്രീസ്. അത് കൗണ്ടർ ചെയ്യാൻ എങ്ങോട്ട് പോകണം? ഫോർവേഡ് ഡയറക്ഷനിൽ പോകണമോ അതോ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ വരണമോ? എന്താ ചെയ്യണ്ടേ? ഫോർവേഡ്. അഭിനവ് തെറ്റാണ്. Kc കുറയ്ക്കണമെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ നടക്കണം. Kc കുറയ്ക്കണമെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ നടക്കണം. നോക്കൂ, Kc ഈക്വൽ ടു പ്രോഡക്റ്റ് ബൈ റിയാക്ടന്റ് എന്നല്ലേ? ഇത് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് കുറയണം, റിയാക്ടന്റ് കൂടണം.
എന്ന് വെച്ചാൽ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ വരണം. അഭിനവ് ഫോർവേഡ് അല്ല, ബാക്ക്വേർഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കണം. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് മീൻസ് ദ റിയാക്ഷൻ വിൽ ബി ഫേവറിംഗ് ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ. എന്ന് വെച്ചാൽ കൂടുതൽ നമ്പർ ഓഫ് മോൾസ് ഉള്ള ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ള ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. നോക്ക്, ഇവിടെ 1 മോൾ ആണ്, ഇവിടെ 1 + 1 2 മോൾസ് ആണ്. ഇവിടെ 1 മോൾ, ഇവിടെ 2 മോൾ. നമ്പർ ഓഫ് മോൾസ് കൂടുന്ന ഡയറക്ഷനിലേക്ക് പോകും. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. റൈറ്റ്? യു ഹാവ് ആൻ ഇക്വിലിബ്രിയം റിയാക്ഷൻ ഇൻ ദ സിസ്റ്റം where there are 3 gases PCl3, Cl2, PCl5 at equilibrium. ഇപ്പൊ അവരുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. ബിക്കോസ് ഇക്വിലിബ്രിയത്തിൽ ഒബ്സർവബിൾ പ്രോപ്പർട്ടീസ് റിമെയിൻ കോൺസ്റ്റന്റ് എന്നാണ്. അപ്പോൾ PCl5ന്റെയും PCl3യുടെയും Cl2വിന്റെയും കോൺസെൻട്രേഷൻ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് നമ്മളൊരു ഇനർട്ട് ഗ്യാസിനെ ആഡ് ചെയ്യുന്നു. ആ ഇനർട്ട് ഗ്യാസ് വരുമ്പോൾ ഈ പിസ്റ്റൺ താഴത്തേക്ക് മൂവ് ചെയ്യും. വോള്യൂം വിൽ ഇൻക്രീസ്. വോള്യൂം ഇൻക്രീസ് ചെയ്താൽ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്ന ആർക്കാണ്? എല്ലാ ഗ്യാസിനും, 3 ഗ്യാസിനും കോൺസെൻട്രേഷൻ കുറയും. PCl5ന്റെ കുറയും, PCl3യുടെ കുറയും, Cl2വിന്റെ കുറയും. അപ്പോൾ ഇത് കുറയും, ഇത് കുറയും, ഇത് കുറയും. അപ്പൊ ഡിനോമിനേറ്ററിൽ 2 ഡിക്രീസ്, ന്യൂമറേറ്ററിൽ 1 ഡിക്രീസ് അല്ലെ? സോ നെറ്റ് റിസൾട്ട് വിൽ ബി, ഡിനോമിനേറ്ററിലെ വാല്യൂ ആണ് കൂടുതലായിട്ട് കുറയുന്നത്. അപ്പൊ KC ഇൻക്രീസ് ചെയ്യും. KC വിൽ ഷൂട്ട് അപ്പ്. മനസ്സിലാവുന്നുണ്ടോ? KC വിൽ ഷൂട്ട് അപ്പ്. അതിനെയാണ് സിസ്റ്റം കൗണ്ടർ ചെയ്യുക. KC മാറാൻ സിസ്റ്റം സമ്മതിക്കില്ല. KC ഈസ് എ കോൺസ്റ്റന്റ്, അത് മാറാൻ പാടില്ല. KC ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറിയാൽ അല്ലാതെ KC മാറാൻ പാടില്ല. ടെമ്പറേച്ചർ മാറിയാൽ അല്ലാതെ KC മാറാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവിടെ KCയുടെ വാല്യൂ കൂടുന്നതിനെ സിസ്റ്റം പ്രിവെന്റ് ചെയ്യും. എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? KCയുടെ വാല്യൂ കുറയ്ക്കണം. KCയുടെ വാല്യൂ എങ്ങനെ കുറയാം? KCയുടെ വാല്യൂ എങ്ങനെ കുറയാം? ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് നടക്കണം. ബിക്കോസ് KC എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ബൈ റിയാക്ടന്റ് എന്നാണ്. അപ്പോൾ പ്രോഡക്റ്റ് കുറയണം. പ്രോഡക്റ്റ് കുറയെന്ന് വെച്ചാൽ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് വരണം. റൈറ്റ്? അപ്പോൾ ഈ എക്സാമ്പിളിൽ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് വരണം. വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പൊ ഇതാണ് എക്സാമ്പിൾ എന്ന് വിചാരിക്കാം. ഇതാണ് എക്സാമ്പിൾ എന്ന് വിചാരിക്കാം. N2 + 3H2 ഗിവിംഗ് 2NH3. ഇതാണ് എക്സാമ്പിൾ എന്ന് വിചാരിക്കാം. ഇവിടെ 3 + 1 4 മോൾസ് ആണ്. ഇവിടെ 2 മോൾസ് ആണ്. നമുക്ക് ജനറൽ ആയിട്ട് എല്ലായിടത്തും പറയാൻ സാധിക്കണം. എങ്ങനെ പറയാൻ സാധിക്കും? ഇവിടെ ബാക്ക്വേർഡിലേക്ക് വരുന്നു എന്ന് വെച്ചാൽ ഇവിടെ 1 മോൾ, ഇവിടെ 2 മോൾ. നമ്പർ ഓഫ് മോൾസ് കൂടുന്ന ഡയറക്ഷനിലേക്ക് പോകും. നമ്പർ ഓഫ് മോൾസ് കൂടുന്ന ഡയറക്ഷനിലേക്ക് പോകും എന്ന് വെച്ചാൽ ഇതേ പോയിന്റ്, അതേ പോയിന്റ് ഇവിടെ അപ്ലിക്കബിൾ ആവുന്ന എങ്ങനെയാ നോക്കൂ. എന്താ സംഭവിക്കുക? സപ്പോസ് യു ഹാവ് എ റിയാക്ഷൻ അണ്ടർ ഇക്വിലിബ്രിയം, ഹേബർ പ്രോസസ്. ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലേക്ക് നടക്കുന്നു. ഇതിൽ നമ്മൾ ഒരു ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നു. വി ആർ ആഡിങ് ഹീലിയം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. മനസ്സിലാക്കുക, നമ്പർ ഓഫ് മോൾസ് കൂടുന്ന ഡയറക്ഷനിലേക്ക് പോകും എന്ന് വെച്ചാൽ അഗെയിൻ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് വരും. ഇറ്റ് വിൽ ടേക്ക് പ്ലേസ് ഇൻ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ. അപ്പൊ ഏത് ഇക്വേഷൻ തന്നാലും ഉത്തരം പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്പർ ഓഫ് മോൾസ് കൂടുന്ന ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ യു ക്യാൻ റൈറ്റ് ദ ഫൈനൽ കൺക്ലൂഷൻ. എന്താ? ടു എ റിയാക്ഷൻ അണ്ടർ ഇക്വിലിബ്രിയം, if you add inert gas at a constant pressure, addition of inert gas to an equilibrium at a constant pressure, addition of inert gas to an equilibrium at a constant pressure, the reaction will be favored in, the reaction will be favored in that direction. The reaction will be favored in that direction where the number of moles is greater. Where the number of moles is greater. Number of moles കൂടുന്ന ഡയറക്ഷനിലേക്ക് പോകും. എഴുതിയോ? എഴുതിയോ? I repeat, addition of inert gas
to a reaction under equilibrium at a constant pressure will drive the reaction in that direction where the number of moles is greater. Note it. അപ്പോൾ ഒന്ന് പറഞ്ഞേ മക്കളെ, you have the reaction 2A gas plus B solid is giving 3C gas plus D gas. ഇതാണ് റിയാക്ഷൻ എന്ന് വിചാരിക്കുക. This reaction, a hypothetical equation given, the reaction under equilibrium. അതിലേക്ക് നമ്മൾ കുറച്ച് നിയോൺ ഗ്യാസ് ആഡ് ചെയ്യുന്നു. At a constant pressure. Will the reaction drift to forward or backward? Tell me. Forward reaction favor you, backward reaction favor you. എങ്ങോട്ട് പോകും? Forward. എന്താ സംശയം? Forward. Tell me how many moles on left hand side, how many moles on right hand side. Left hand side ൽ എത്ര moles ആണെന്ന് പറയൂ, right hand side ൽ എത്ര moles ആണെന്ന് പറയൂ. How many moles on left hand side? Exactly. Forward direction ൽ പോകും. Left hand side ൽ 2 moles. ഇത് കൂട്ടരുത് കേട്ടോ, ഇത് സോളിഡ് ആണ്, അത് വേണ്ട. Only 2 moles on left hand side. Right hand side ലോ, right hand side ലോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ 3 + 1 4 മോൾസ്. അപ്പോൾ 2 മോൾസ് 4 മോൾസ് ഈ ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു ഓൾ. കൃത്യമായിട്ട് ഓർത്തു വെക്കുക, മറക്കരുത്. ടു an equilibrium, addition of inert gas to an equilibrium at a constant pressure will take the reaction to that side where the number of moles is greater. ഇനി നമുക്ക് അടുത്തതാണ് എന്താ? At a constant volume. Addition of inert gas at a constant volume. Addition of inert gas at a constant volume. Suppose the same reaction I am taking, say PCl5 giving PCl3 plus Cl2. ഈ റിയാക്ഷൻ ഞാൻ എടുക്കുന്നു, but this time with a small change. Here I am having a piston cylinder arrangement. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഈ പിസ്റ്റണെ ഫിക്സ് ചെയ്യണം. This is a immovable piston. ഈ പിസ്റ്റണ് മൂവ് ചെയ്യാൻ സാധിക്കില്ല. It is a immovable piston and the volume remain fixed. ഈ വോള്യൂം മാറില്ല. This volume remain fixed. You have PCl5, you have PCl3 and Cl2 available and is under equilibrium. ഈ പിസ്റ്റണെ ഞാൻ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് എൻ ഇമ്മൂവബിൾ പിസ്റ്റൺ. അപ്പൊ എന്തായി? വോള്യൂം ചേഞ്ച് ഉണ്ടാവില്ല. നൗ ഇറ്റ് ഈസ് അറ്റ് എ കോൺസ്റ്റന്റ് വോള്യൂം. ആൻഡ് ടു ദിസ് ഇക്വിലിബ്രിയം വി ആർ ആഡിങ് ആൻ ഇനർട്ട് ഗ്യാസ്. ഇതിലേക്ക് കുറച്ച് ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നു. നിയോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നു. എന്താ സംഭവിക്കുക? പിസ്റ്റൺ മൂവ് ചെയ്യില്ല, കാരണം പിസ്റ്റൺ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നോ ചേഞ്ച് ഇൻ വോള്യൂം മാറുന്നില്ല. ആൻഡ് യു ക്യാൻ സി മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മോൾ പെർ ലിറ്റർ. ഈ വോള്യൂം ചേഞ്ച് ഇല്ല, സ്വാഭാവികമായിട്ടും കോൺസെൻട്രേഷൻ ചേഞ്ച് ഉണ്ടാവില്ല. ആൻഡ് യു ഹാവ് Kc ഈക്വൽ ടു concentration of PCl3 into concentration of Cl2 divided by concentration of PCl5. നോക്കൂ മക്കളെ, ഇതൊന്നും മാറത്തില്ല. ഈ കോൺസെൻട്രേഷൻ മാറുന്നില്ല, ഈ കോൺസെൻട്രേഷൻ മാറുന്നില്ല, ഈ കോൺസെൻട്രേഷൻ മാറുന്നില്ല. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ Kc. Kcയിൽ മാറ്റമില്ല. PCl5ന്റെയോ PCl3യുടെയോ Cl2ന്റെയോ കോൺസെൻട്രേഷനിൽ ഒരു മാറ്റവുമില്ല. ദാറ്റ് മീൻസ് Kc മാറുന്നില്ല. Kc മാറുന്നില്ല എന്ന് വെച്ചാൽ നോ ഇൻഫ്ലുവൻസ് എന്നർത്ഥം. മീൻസ് നോ ഇഫക്റ്റ് എന്നർത്ഥം. കഴിഞ്ഞു. നോ ഇഫക്റ്റ്. കാരണം ഒന്നും സംഭവിക്കുന്നില്ല. നോ ഇഫക്റ്റ്. സോ അഡിഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ് ടു എ റിയാക്ഷൻ അണ്ടർ ഇക്വിലിബ്രിയം അറ്റ് എ കോൺസ്റ്റന്റ് വോള്യൂം, no effect.
ഒരു മാറ്റവും. While addition of inert gas at a constant pressure, the reaction will be drifting in that direction where the number of moles is greater. While addition of inert gas at a constant volume മാറില്ല, കോൺസെൻട്രേഷനിൽ മാറ്റമൊന്നുമില്ല, KC മാറ്റമൊന്നുമില്ല, KC remain unaffected, that means no effect, no change. എങ്ങോട്ടും ഡ്രിഫ്റ്റ് ചെയ്യില്ല, എങ്ങോട്ടും മൂവ് ചെയ്യില്ല. ക്ലിയർ ആണോ? അപ്പോൾ ഫൈനൽ കൺക്ലൂഷൻ എന്താണ്? ഫൈനൽ കൺക്ലൂഷൻ എന്താണ്? ആഡിങ് ഇനർട്ട് ഗ്യാസ് ടു ആൻ ഇക്വിലിബ്രിയം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് കൂടുന്ന ഡയറക്ഷനിലേക്ക് പോവും. കോൺസ്റ്റന്റ് വോള്യൂമിൽ ചെയ്താൽ നോ ഇഫക്റ്റ്. അതാണ് ഫൈനൽ കൺക്ലൂഷൻ. പറയൂ, നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ എടുത്താലോടാ. കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ആണെങ്കിലോ, H2 ഗ്യാസ് പ്ലസ് I2 ഗ്യാസ് ഗിവിംഗ് 2HI ഗ്യാസ്. ഇത്തരം ഒരു ഇക്വിലിബ്രിയത്തിലാണ് നമ്മൾ ഹീലിയം ആഡ് ചെയ്യുന്നത് എങ്കിലോ, suppose you are adding an inert gas at a constant pressure. Constant pressure ഇത്തരം ഒരു റിയാക്ഷനിലാണ് if you are adding helium. അപ്പോഴോടാ no effect. കാരണം എന്താ? ലെഫ്റ്റ് സൈഡിൽ 1+1 2 മോൾ, റൈറ്റ് സൈഡിൽ 2 മോൾ. അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഒരു കാര്യമില്ല. rather no effect, no influence. അതെന്തുകൊണ്ടാ ഇൻഫ്ലുവൻസ് ഇല്ലാത്തത്? നിങ്ങൾക്ക് എഴുതി നോക്കിയാൽ അറിയാം. ഇവിടെ നോക്ക്, KC ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് HI സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2 കോൺസെൻട്രേഷൻ ഓഫ് I2. ഇപ്പൊ നിങ്ങൾ ഹീലിയം ആഡ് ചെയ്തപ്പോൾ വോള്യൂം കൂടിയപ്പോൾ കോൺസെൻട്രേഷൻ കുറഞ്ഞു. നോക്കടാ, ഈ കോൺസെൻട്രേഷൻ പകുതിയായി എന്ന് വിചാരിക്കുക, ഇത് ഹാഫായി എന്ന് വിചാരിക്കുക, ഇത് ഹാഫായി എന്ന് വിചാരിക്കുക. ന്യൂമറേറ്ററിൽ 2 വാല്യൂ ഹാഫായി, ഡിനോമിനേറ്ററിൽ 2 വാല്യൂ ഹാഫായി. നോ ചേഞ്ച്, KC ഈസ് അൺഅഫക്റ്റഡ്. അപ്പോ നമ്പർ ഓഫ് മോൾസിൽ വ്യത്യാസമുണ്ടെങ്കിൽ മാത്രമേ KCയിൽ മാറ്റം വരുള്ളൂ. അപ്പോൾ മാത്രമേ അത് അഫക്റ്റഡ് ആവുകയുള്ളൂ. അപ്പൊ എങ്ങോട്ടാണ് അഫക്റ്റഡ് ആവുക എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ള ഡയറക്ഷനിലേക്ക് പോകും എന്നാണ് ഉത്തരം. അതേസമയം കോൺസ്റ്റന്റ് വോള്യൂമിലാണെങ്കിൽ നോ ഇഫക്റ്റ്. ക്ലിയർ ആണോ? എനി ഫർദർ ഡൗട്ട്? ആർക്കെങ്കിലും വല്ല ഡൗട്ടും ഉണ്ടോ? ക്ലിയർ, ഗുഡ്. ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ? ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ? എനിക്ക് ഓർമ്മയില്ല. ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ പറഞ്ഞു, പ്രഷർ പറഞ്ഞു, ടെമ്പറേച്ചർ പറഞ്ഞു, കാറ്റലിസ്റ്റ് പറഞ്ഞില്ലേ? പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. പറഞ്ഞു കാറ്റലിസ്റ്റ് പറഞ്ഞു. ആൻഡ് ഫൈനലി ഇഫക്റ്റ് ഓഫ് അഡീഷൻ ഓഫ് ഇനർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് വോള്യൂം. ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ വലിയ ചാപ്റ്ററാണ്. ഇക്വിലിബ്രിയം എന്ന ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ 2 പാർട്ടാണ്, കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് അയോണിക് ഇക്വിലിബ്രിയം. ഇപ്പോൾ നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന പോർഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന പോർഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. പിന്നെ കുറെ ഫോർമുലകൾ നമ്മൾ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം. ഞാൻ വീണ്ടും പറയുന്നില്ല. hope you remember a equation we have written, delta G equal to delta G naught plus RT ln K. ഓർമ്മയുണ്ടോ? not RT ln K, it is ln Q.
RT ln QC. ഓർമ്മയുണ്ടോ ഇങ്ങനെ ഒരു ഫോർമുല എഴുതിയിട്ട് കുറേ ഫോർമുല എഴുതി വെച്ചത്? തെർമോഡൈനമിക്സ് എന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് കുറേ ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം കോപ്പി ചെയ്യുക ഒരിക്കൽ കൂടെ. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ ജി നോട്ട് പ്ലസ് RT ln QC. ഉണ്ടോ ഇല്ലയോ? ഒന്ന് നോക്കി പറയണേ, ഇല്ലെങ്കിൽ ഞാനിപ്പോ രണ്ടാമത് എഴുതാം. അല്ല, ആദ്യം എഴുതാം. ഞാൻ രണ്ടാമത് എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കോപ്പി ചെയ്താൽ മതി. പ്ലീസ് ചെക്ക് ആൻഡ് ടെൽ മീ. ഒന്ന് നോക്കി പറഞ്ഞേ. ഉണ്ടല്ലേ? ഒന്ന് നോക്കിയേ ഏതൊക്കെ ഫോർമുലയാണ് അവിടെ ഉള്ളത് നോക്കൂ. ഒന്ന് റിവൈസ് ചെയ്തേ. ഇപ്പൊ എഴുതണമെന്നില്ല, പിന്നെ ഒന്ന് കോപ്പി ചെയ്ത് അതൊന്ന് പഠിക്കുക, അതേപോലെ ഒന്ന് കോപ്പി ചെയ്യുക. നോക്കാതെ എഴുതാൻ പറ്റിയ വളരെ നല്ലതായി. ഇന്ന് ആ ഫോർമുലയൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. എന്നിട്ട് പുസ്തകം നോക്കാതെ ഇവിടെ ഒരിക്കൽ കൂടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ ജി നോട്ട് പ്ലസ് RT ln QC. At equilibrium, delta G equal to 0 and QC equal to Kc. Therefore, 0 equal to delta G naught plus RT ln Kc. And delta G naught is equal to minus RT ln Kc. Or delta G naught equal to minus 2.303 RT log Kc. പിന്നെ അതിന്റെ കുറെ ഫോർമാറ്റുകളാണ്. ln Kc equal to minus delta G by RT and Kc equal to e power minus delta G by RT and Kc equal to 10 power minus delta G by 2.303 RT. ഇതൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതാം. പറഞ്ഞോളൂ. എല്ലാം എഴുതിയിട്ടില്ലേ? ഏതെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ എഴുതി തരാം. എല്ലാം ഉണ്ട്. ഓക്കെ, ഫൈൻ. അത് ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യണം. പറ്റുമെങ്കിൽ പുസ്തകം നോക്കാതെ എഴുതാൻ പറ്റുമോ നോക്കുക. ആ ഭാഗമൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. എന്നിട്ട് ആ എഴുതിയ ഫോർമുല എല്ലാം പുസ്തകം നോക്കാതെ രണ്ടാമതൊന്ന് ഇവിടെ നോട്ട് എഴുതുക. കേട്ടോ? അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിന്റെ ഒരു ഭാഗം അവസാനിപ്പിക്കുകയാണ്. ആസ് ഐ സെറ്റ്, വളരെ പ്രധാനപ്പെട്ട വലിയൊരു ചാപ്റ്ററാണ്. അതിന്റെ ഒരു ഭാഗമാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അയോണിക് ഇക്വിലിബ്രിയം എന്ന പാർട്ടാണ്. അയോണിക് ഇക്വിലിബ്രിയം, ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് ടോപ്പിക്. അയോണിക് ഇക്വിലിബ്രിയം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഐ എം കണ്ടിന്യൂസ്ലി വാച്ചിങ് യുവർ മെസ്സേജസ് ആൻഡ് സീ ദാറ്റ് യു ആർ ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ ദ ക്ലാസ്. എല്ലാവരും ഫിസിക്കലി ആൻഡ് മെന്റലി ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇഫ് എനിവൺ ഫീലിംഗ് ടയേർഡ് ഓർ സ്ലീപ്പി, ഓടിച്ചെന്ന് മുഖം കഴുകിയിട്ട് വന്നിരിക്കുക. എല്ലാവരും ലൈവായിട്ട് ഇരിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. വെറുതെ എവിടെയെങ്കിലും ഇരുന്നാൽ പോരാ, പ്രോപ്പറായിട്ട് നമ്മുടെ ഒരു ക്ലാസ്സിൽ റെഗുലർ ആയിട്ട് ഒരു ക്ലാസ്സിൽ എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യുന്നത് അതേ സീരിയസ്നെസ്സോടുകൂടി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി എഴുതിയെടുക്കുക, കൃത്യമായിട്ട് ഇരുന്ന് അറ്റൻഡ് ചെയ്യുക. യെസ്, അടുത്തത് അയോണിക് ഇക്വിലിബ്രിയം. Ionic equilibrium means equilibrium in ionic reaction. Equilibrium in ionic reactions. Equilibrium observed in ionic reactions. Equilibrium observed in ionic reactions. ഇപ്പോ ഇങ്ങനെ ഒരു റിയാക്ഷൻ AgNO3 plus NaCl giving AgCl plus NaNO3. ഇതൊരു അയോണിക് റിയാക്ഷൻ ആണ്. We have Ag plus NO3 minus Na plus Cl minus Ag plus Cl minus Na plus OH minus. ഇതാണ് അയോണിക് റിയാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്.
പക്ഷേ ഇത്തരം ഒരു റിയാക്ഷൻ ഇവിടെ റെലവെന്റ് അല്ല. കാരണം ദിസ് ഈസ് എ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. ഇതൊരു അയോണിക് റിയാക്ഷൻ ആണ്, പക്ഷേ ഇറിവേഴ്സിബിൾ ആണ്. കാരണം AgCl ഈസ് പ്രസിപ്പിറ്റേറ്റിംഗ് ഔട്ട്. This is aqueous in the solution. This is aqueous in the solution. പക്ഷെ ഇത് സോളിഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരും. ദിസ് ഈസ് ഓൾസോ നമ്മൾ എഴുതിയ തെറ്റിയോ? NaOH അല്ലല്ലോ മക്കളെ, NaOH എന്ന് എഴുതിയ തെറ്റല്ലേ? ഇറ്റ് ഈസ് NO3 കേട്ടോ. ഇറ്റ് ഈസ് NaNO3, Na പ്ലസ് ആൻഡ് NO3 മൈനസ്. ഞാനത് ശ്രദ്ധിച്ചില്ല. ദിസ് ഈസ് ഓൾസോ aqueous. ഇവിടുത്തെ ഒരു പ്രശ്നം ഇത് ഇറിവേഴ്സിബിൾ ആണ്. എന്തുകൊണ്ട് ഇറിവേഴ്സിബിൾ ആയി എന്ന് ചോദിച്ചാൽ, വൺ ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് കമ്മിങ് ഔട്ട് ഫ്രം ദ സൊല്യൂഷൻ. ഒരു പ്രോഡക്റ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് സൊല്യൂഷനിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പൊ പിന്നെ അതിന് റിവേഴ്സിബിലിറ്റി ഇല്ല. ദിസ് ഈസ് എ ഇറിവേഴ്സിബിൾ പ്രോസസ്, ബട്ട് ഓഫ് കോഴ്സ് അയോണിക് റിയാക്ഷൻ. അപ്പൊ ഇത്തരം ഒരു അയോണിക് റിയാക്ഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ റിവേഴ്സിബിൾ ആയിട്ടുള്ള അയോണിക് റിയാക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. റിവേഴ്സിബിൾ ആയിട്ടുള്ള അയോണിക് റിയാക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കടാ, CH3 COOH പ്ലസ് NaOH. ദിസ് ഈസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. യു വിൽ ഗെറ്റ് CH3 COONA പ്ലസ് H2O. ഇത് അയോണിക് റിയാക്ഷൻ ആണ്. Here you have a strong electrolyte Na plus OH minus, and here you have a strong electrolyte CH3COO minus Na plus. ഇത് ഒരു അയോണിക് റിയാക്ഷൻ ആണ്. And this is involving a reversibility. ഇത്തരം റിയാക്ഷൻസ് ആണ് നമ്മുടെ വിഷയം. അപ്പോൾ അയോണിക് റിയാക്ഷൻ ആയിരിക്കണം, റിവേഴ്സിബിലിറ്റി ഉണ്ടാവണം. അത്തരം റിയാക്ഷൻസിൽ വരുന്ന കേസാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതാണ് അയോണിക് ഇക്വിലിബ്രിയം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഇക്വിലിബ്രിയം ഇൻവോൾവിംഗ് ഇൻ അയോണിക് റിയാക്ഷൻ വേർ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. എവിടെയാണ് റിവേഴ്സിബിലിറ്റി ഉണ്ടാവുക അതും കൂടെ മനസ്സിലാക്കണം. എവിടെയാണ് റിവേഴ്സിബിലിറ്റി ഉണ്ടാവുക? ഇത്തരം ഒരു കേസിൽ റിവേഴ്സിബിലിറ്റി ഇല്ല. അതിന്റെ കാരണം ഇതാണ്, AgCl എന്ന ഒരു പ്രൊഡക്റ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു പോകുന്നു. അതാണ് വിഷയം. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. അയോണിക് റിയാക്ഷൻ ആയിരിക്കണം, റിവേഴ്സിബിൾ ആയിരിക്കണം. അവിടെയാണ് നമുക്കിത് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ അത് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ആണ് what is meant by electrolyte. ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ് അറിഞ്ഞിരിക്കണം. ഇലക്ട്രോലൈറ്റ് എന്താണ്, ഇലക്ട്രോലൈറ്റ് എന്നും എന്താണ് വേരിയസ് ടൈപ്സ് ഓഫ് ഇലക്ട്രോലൈറ്റ് എന്നും അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിട്ട് വേണം നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ. ആർക്കെങ്കിലും പറയാമോ വാട്ട് ഈസ് ഇലക്ട്രോലൈറ്റ്? ആർക്കെങ്കിലും പറയാമോ? ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ് പറയാമോ? എന്താണ് ഇലക്ട്രോലൈറ്റ് എന്നും എന്താണ് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നും അറിഞ്ഞിട്ട് വേണം നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാം. എനിബഡി കം ഓൺ, വാട്ട് ഈസ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വാട്ട് ഈസ് മെന്റ് ബൈ എ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്? അറിയില്ല. ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ അയോണിക് കണ്ടക്ടേഴ്സ്, അതാണ് ഇലക്ട്രോലൈറ്റ്സ്. ദേ ആർ ionic conductors, a substance which can conduct electricity by the movement of ions. അയോൺസിന്റെ മൂവ്മെന്റിലൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെയാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയും. ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ്. ഒന്ന് ഇലക്ട്രോണിക് കണ്ടക്ടർ എന്ന് പറയുന്ന മെറ്റാലിക് കണ്ടക്ടേഴ്സ്, കോപ്പർ, സിൽവർ, അയൺ, അലുമിനിയം, ഇതൊക്കെ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് ആണ്. ഇവരൊക്കെ മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആണ്. ദേ ആർ കണ്ടക്ടിങ് ഇലക്ട്രിസിറ്റി ബൈ ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിലൂടെയാണ് ഇവര് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്.
അലുമിനിയം ആവട്ടെ, കോപ്പർ ആവട്ടെ, സിൽവർ ആവട്ടെ, അയേൺ ആവട്ടെ, ഏതൊരു മെറ്റൽ ആവട്ടെ അല്ലെങ്കിൽ അലോയ്സ് ആവട്ടെ, they conduct electricity by the movement of electrons. They are called electronic conductors. They are called metallic conductors. Metallic conductors or electronic conductors. ഇനി വേറൊരു ടൈപ്പ് ഉള്ളത് NaCl solution. NaCl solution can conduct electricity. NaCl solution can conduct electricity. Solution ആവണമെന്നില്ല, molten state ആയാലും മതി. NaCl either in the molten state or NaCl in aqueous solution. You have Na plus and Cl minus, Na plus and Cl minus. They can conduct electricity by the movement of ions. Cations anions move ചെയ്യുന്നതിലൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെയാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുക. ഇലക്ട്രോലൈറ്റ്സ്, the one which can conduct electricity by the movement of ions. വാട്ടർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യോ? വാട്ടർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യോ? വാട്ടർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യോ? കണ്ടക്ട് ചെയ്യും, സംശയമൊന്നുമില്ല. വാട്ടർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. പക്ഷെ ഒരു എക്സലന്റ് കണ്ടക്ടർ ഒന്നുമല്ല. നമുക്ക് ഷോക്ക് ഒക്കെ അടിക്കുന്നുണ്ട്, അത് വേറെ വിഷയം. വെള്ളത്തിൽ നമുക്ക് ഗംഭീരമായിട്ട് ഷോക്ക് അടിക്കും, അത് സംശയമൊന്നുമില്ല. പക്ഷെ പ്യുവർ വാട്ടർ അത്ര ഒരു ഗുഡ് കണ്ടക്ടർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പ്യുവർ വാട്ടർ ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് നോക്കൂ, മേക്ക് ഇറ്റ് സലൈൻ, ആൻഡ് നൗ ഇറ്റ്സ് an excellent conductor of electricity. Saline water is an excellent conductor of electricity. നോർമൽ പ്യുവർ വാട്ടർ ആണെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, സംശയമൊന്നും വേണ്ട, കണ്ടക്ട് ചെയ്യും. പക്ഷെ എക്സലന്റ് കണ്ടക്ടർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ യു മേക്ക് ഇറ്റ് സലൈൻ, നൗ ഇറ്റ്സ് an excellent conductor of electricity. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നിങ്ങൾ കണ്ടിട്ടാവും ചിലപ്പോൾ, പഴയൊരു ഹിന്ദി മൂവിയാണ്, അമീർ ഖാന്റെ സിനിമയാണ്. 3 Idiots എന്നാണ് ആ സിനിമയുടെ പേര്. അതില് ഇവനെ ഇടിക്കാൻ വരുന്ന ഗുണ്ടകളെ കൈകാര്യം ചെയ്യുന്ന ഒരു സീന് കാണിക്കുന്നുണ്ട്. കോളേജിലാണെന്ന് തോന്നുന്നു. കോളേജിൽ മറ്റ് ഫ്രണ്ട്സ് ആരൊക്കെ ഇവനെ ഇടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ബാത്റൂമിൽ ഒരു ഇത് കാണിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അവര് യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു സ്പൂൺ ഇലക്ട്രിക് സിസ്റ്റം വെച്ചിട്ട് അതിലേക്ക് വീണ ഷോക്ക് അടുപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ രംഗം കഴിഞ്ഞിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഹൗ ഈസ് ദിസ് പോസിബിൾ എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ എന്താ സംഭവം? ഈ യൂറിനിൽ ധാരാളം സോൾട്ടി കണ്ടന്റ് ഉണ്ട്, നോർമൽ വാട്ടർ പോലെയല്ല, ധാരാളം സോൾട്ടി കണ്ടന്റ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് an excellent conductor of electricity. അവിടെ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഷോക്ക് അടിക്കുക, ഇറ്റ്സ് എ എക്സലന്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. മനസ്സിലായില്ലേ? അപ്പോ പറഞ്ഞു വന്നത്, നോർമൽ വാട്ടർ ഒരു ഇലക്ട്രോലൈറ്റ് ആണ്, സംശയമൊന്നുമില്ല. പക്ഷെ പ്യുവർ നോർമൽ വാട്ടർ അത്ര കണ്ടക്ട് ചെയ്തോളുന്നില്ല. അതിൽ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ അതൊരു എക്സലന്റ് കണ്ടക്ടർ ആയിട്ട് മാറും. സോ ഓൾ സച്ച് സബ്സ്റ്റൻസസ് വിച്ച് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ബൈ ദ മൂവ്മെന്റ് ഓഫ് അയോൺസ്, അവരെ വിളിക്കുന്ന പേര് അയോണിക് കണ്ടക്ടേഴ്സ് എന്നാ പറയുക, അയോണിക് കണ്ടക്ടേഴ്സ്. And they are called electrolytes. Electrolytes. So electrolytes are basically ionic conductors. They conduct electricity by the movement of ions. മറ്റേത് മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആണ്, കോപ്പർ, അയൺ, സിൽവർ എക്സെട്ര. They conduct electricity by the movement of electrons. Electrolytes രണ്ട് കാറ്റഗറിയാണ്. There are 2 types of electrolytes. ഏതൊക്കെയാ? ഒന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും, മറ്റേത് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, വീക്ക് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ the one which undergo complete ionization in the solution. This undergo 100% ionization. 100% ionization. While weak electrolyte will undergo partial ionization, partial dissociation. So here the degree of dissociation alpha equal to 100%
and here the degree of dissociation alpha is less than 100%. Alpha എന്ന് വെച്ചാൽ degree of dissociation. Alpha, it is degree of dissociation. Degree of dissociation. That's a term introduced by Arrhenius. Arrhenius എന്ന ശാസ്ത്രജ്ഞനാണ് ഈ ഒരു ടേം പരിചയപ്പെടുത്തുന്നത്. Degree of dissociation. Degree of dissociation alpha equal to number of moles dissociated divided by number of moles taken. Number of moles dissociated by number of moles taken. അതിനെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയാം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇപ്പൊ നിങ്ങൾ 5 മോൾസ് എടുത്തു, അതിൽ 1 മോൾ ഡിസോസിയേറ്റ് ചെയ്തു. വാട്ട് ഈസ് ആൽഫ? 5 മോൾസ് എടുത്തു, അതിൽ 1 മോൾ ഡിസോസിയേറ്റ് ചെയ്തു. വാട്ട് ഈസ് ആൽഫ? 1/5. 1/5, that is 0.2, or it is 1/5 into 100, that is 20%. 0.2 fraction 20%. പെർസെന്റേജിലും പറയാം, ഫ്രാക്ഷനിലും പറയാം. പെർസെന്റേജിലും പറയാം, ഫ്രാക്ഷനിലും പറയാം. അപ്പൊ 5 മോൾസ് എടുത്തു, 1 മോൾ ഡിസോസിയേറ്റ് ചെയ്തു. വാട്ട് ഈസ് ആൽഫ? 1 out of 5. 1 out of 5. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ അതിന്റെ 100% ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സ്ട്രോങ് ആസിഡ്സ്. എക്സാമ്പിൾ HCl, H2SO4, HNO3, ഇതൊക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. അതുപോലെ സ്ട്രോങ് ബേസസ് NaOH, KOH, ഇതൊക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. അതുപോലെ സോൾട്ടുകൾ NaCl, KCl, NaNO3, ഇങ്ങനെ പോകുന്നു. ഇതൊക്കെ ഇതൊക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. അപ്പോൾ സ്ട്രോങ് ആസിഡ്സ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. ആൽഫ 100% ആയിരിക്കും. 5 മോൾസ് എടുത്താൽ 5 മോൾസ് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യും. 5/5 into 100 എന്ന് വെച്ചാൽ ആൽഫ ഈക്വൽ ടു 1. That is 100%. ഓക്കെ. അപ്പൊ സ്ട്രോങ് ആസിഡുകൾ, മിനറൽ ആസിഡുകൾ, സ്ട്രോങ് ആസിഡുകൾ, സ്ട്രോങ് ബേസുകൾ, സോൾട്ടുകൾ, ഇതെല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അതേസമയം വീക്ക് ആസിഡ്സ് എക്സാമ്പിൾ CH3COOH, H2CO3, നോർമലി ഓർഗാനിക് ആസിഡുകൾ, ഇതെല്ലാം വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണ്. ദേ അണ്ടർഗോ പാർഷ്യൽ ഡിസോസിയേഷൻ. അതുപോലെ വീക്ക് ബേസസ് അമോണിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള വീക്ക് ബേസസ്, അതൊക്കെ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണ്. അപ്പൊ സ്ട്രോങ് ആസിഡ്സ്, സ്ട്രോങ് ബേസസ്, സോൾട്ടുകൾ, ഇതെല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്. ദേ അണ്ടർഗോ 100% അയണൈസേഷൻ. വീക്ക് ആസിഡുകൾ, ഓർഗാനിക് ആസിഡുകൾ, വീക്ക് ബേസുകൾ, ഓർഗാനിക് ബേസുകൾ, ഇതെല്ലാം വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ദേ വിൽ അണ്ടർഗോ പാർഷ്യൽ ഡിസോസിയേഷൻ. എന്തെങ്കിലും സംശയമുണ്ടോടാ? എന്തെങ്കിലും സംശയമുണ്ടോ? എല്ലാം നോട്ട് ചെയ്തോ? ഓക്കെ, ഫൈൻ, ഗുഡ്. അപ്പൊ നമ്മളിപ്പോ ഒരു സ്ട്രോങ് ആസിഡ് എടുത്തു എന്ന് വിചാരിക്കാം, HCl. ഇഫ് യു ടേക്ക് HCl, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അയോണൈസിങ് ആസ് H+ ആൻഡ് Cl-. ഇവിടെ ഒരു ഇക്വിലിബ്രിയം ഇല്ല. അതേസമയം നിങ്ങൾ എടുക്കുന്നത് അസറ്റിക് ആസിഡ് ആണെന്ന് വിചാരിക്കൂ. There is a reversibility. You have CH3COO- and H+. That is reversible. അപ്പൊ ഇത് രണ്ടും നമ്മൾ വ്യത്യാസം നോക്കാം.
HCl undergo 100% ionization. HCl undergo 100% ionization. Reverse complete ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തു. അസറ്റിക് ആസിഡ് അങ്ങനെയല്ല. അസറ്റിക് ആസിഡ് undergo partial dissociation. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർഷ്യൽ, നേരത്തെ പറഞ്ഞു എന്ന് ആലോചിച്ച് നോക്കുക, 40% ഡിസോസിയേഷൻ എന്ന് വിചാരിക്കും. ഇപ്പൊ ഇവിടെ ആൽഫ 40% എന്ന് വിചാരിക്കും. ആൽഫ ഈക്വൽ ടു 40%. ഇവിടെ ആൽഫ 100% ആണ്. If you take 5 mole, the entire 5 mole will dissociate. ഇവിടെ നമ്മൾ 5 mole എടുത്താലോ, 40% ഡിസോസിയേറ്റഡ്. ടെൽ മീ, എത്ര ഡിസോസിയേറ്റ് ചെയ്തു, എത്ര ബാക്കിയുണ്ട്? എത്ര ഡിസോസിയേറ്റ് ചെയ്തു, എത്ര ബാക്കിയുണ്ട്? സപ്പോസ് ആൽഫ ഈസ് 40%. സപ്പോസ് ആൽഫ ഈസ് 40%. ഞാൻ 5 മോൾ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ 0. പറയൂ, ഇക്വിലിബ്രിയം എത്തുമ്പോൾ ആൽഫ 40% ആണെങ്കിൽ എത്ര ഡിസോസിയേറ്റ് ചെയ്തു, എത്ര ബാക്കിയുണ്ട്? എത്ര ഡിസോസിയേറ്റ് ചെയ്തു, എത്ര ബാക്കിയുണ്ട്? 5 മോൾ സ്റ്റാർട്ടിംഗ് ക്വാണ്ടിറ്റി ആണ്. എത്ര ഡിസോസിയേറ്റ് ചെയ്തു, എത്ര ബാക്കിയുണ്ട്? ടെൽ മീ. 40% ആണ് ഡിസോസിയേഷൻ. സ്റ്റാർട്ടിംഗ് വിത്ത് 5 മോൾ. സ്റ്റാർട്ടിംഗ് വിത്ത് 5 മോൾ 40% ഡിസോസിയേറ്റ് ചെയ്തു. ബാക്കി എത്രയുണ്ട്? ഡിസോസിയേഷൻ 100% അല്ല. ഡിസോസിയേഷൻ 100% അല്ല. കാരണം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അല്ല, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. നോ ഐഡിയ. എടാ, 5ന്റെ 40% ഡിസോസിയേറ്റ് ചെയ്തു. 5 എടുത്തു, ഇവിടെ 0, ഇവിടെ 0 ഇനീഷ്യലി. ഇതിന്റെ 40%, 5ന്റെ 40% എത്രയാ? 5ന്റെ 40% 2 മോൾ. 5 മോൾ എടുത്തു, 2 മോൾ റിയാക്ട് ചെയ്തു. ദിസ് ഈസ് ടേക്കൺ ക്വാണ്ടിറ്റി. This is reacted quantity. How much is remaining at equilibrium? 5 എടുത്തു, 2 റിയാക്ട് ചെയ്തു, 3 മോൾ remaining. Now reacted quantity 2 mole. 1 mole give you 1 mole, 1 mole. 2 mole when react you get 2 mole and 2 mole. So what is the scenario at the end of equilibrium? 40% റിയാക്ട് ചെയ്തു എങ്കിൽ what is the scenario? സ്റ്റാർട്ടിംഗ് ക്വാണ്ടിറ്റി 5 മോൾ ആണെങ്കിൽ ഇക്വിലിബ്രിയത്തില് 3 മോൾ ബാക്കി ഉണ്ടാവും. ഇവിടെ 2 മോൾ ഫോം ചെയ്യും, ഇവിടെ 2 മോൾ ഫോം ചെയ്യും. യാ, എക്സാക്ട്ലി. അപ്പൊ 5 എടുത്തു, അതിന്റെ 40% 2 മോൾ റിയാക്ട് ചെയ്തു, 3 മോൾ ബാക്കിയുണ്ട്. അപ്പോ അസറ്റിക് ആസിഡ് 5 മോൾ എടുത്തു, 2 മോൾ റിയാക്ട് ചെയ്തു, 3 മോൾ ബാക്കിയുണ്ട്. ആൻഡ് 1 മോൾ ഡീകമ്പോസ് ചെയ്താൽ 1 മോൾ 1 മോൾ. 2 മോൾ ഡീകമ്പോസ് ചെയ്താൽ ഇവിടെ 2 മോൾ, ഇവിടെ 2 മോൾ. Is that clear? ഇവിടെ അങ്ങനെയല്ല അവസ്ഥ. നിങ്ങൾ 5 എടുത്തു, ഇനീഷ്യലി 0 റിയാക്ഷൻ കഴിയുമ്പോൾ 5 റിയാക്ട് ചെയ്തു, നിൽ റിമൈനിങ്. ഒന്നും ബാക്കിയില്ല. 5 എടുത്തു, 5 റിയാക്ട് ചെയ്തു, നിൽ റിമൈനിങ്. ഹിയർ യു ഗെറ്റ് 5 and 5. കാരണം അതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. HCl 5 മോൾ എടുത്തു കഴിഞ്ഞാൽ entire 5 മോൾ ഡിസോസിയേറ്റ്. You get 5 mole H plus and 5 mole Cl minus. And what HCl remaining is 0. അപ്പൊ പിന്നെ റിവേഴ്സിബിലിറ്റി ഇല്ല, ഇക്വിലിബ്രിയം എന്ന ആശയമില്ല. ഇക്വിലിബ്രിയം എന്ന ആശയം വരുന്നത് വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുമ്പോഴാണ്. ഇത് ക്ലിയർ ആണോ മക്കളെ? ഈ പറഞ്ഞത് ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്കിത് ഇക്വേഷനിലേക്ക് ഫോർമാറ്റ് ചെയ്യാം കേട്ടോ. CH3 COOH dissociate to give CH3 COO minus plus H plus. ഇയാളുടെ പേര് അസറ്റിക് ആസിഡ്, ഇയാളുടെ പേര് അസറ്റേറ്റ്, ഇതിന്റെ പേര് അസറ്റേറ്റ്. ആൻഡ് യു നോ ദിസ് ഈസ് H plus. H plus സാധാരണ H plus എന്നല്ല എഴുതുക,
H3O പ്ലസ് എന്നാണ് കിട്ടും. ഇത് സാധാരണ എഴുതുന്നത് ഇങ്ങനെയാണ്. കാരണം H പ്ലസിന് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല. H പ്ലസിന് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇല്ല. H plus always get associated in water. It is H3O plus. H plus proton എന്ന് പറയുന്നത് എപ്പോഴും ഹൈഡ്രോണിയം അയോൺ ആണ് കിട്ടും. Okay. And now you see we are starting with the C concentration of acetic acid. Initial കേട്ടോ. Initial quantity of acetic acid C. ഇവിടെ 0, ഇവിടെ 0. റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല. And imagine at equilibrium the degree of dissociation is alpha. Just imagine at equilibrium the degree of dissociation is alpha. എന്ന് വെച്ചാൽ 1 മോളിന് ആൽഫ മോൾ റിയാക്ട് ചെയ്യും. ശ്രദ്ധിച്ച് കേൾക്കണം. 1 മോളിന് ആൽഫ ക്വാണ്ടിറ്റി റിയാക്ട് ചെയ്യും. അപ്പൊ സി മോളിന് എത്ര റിയാക്ട് ചെയ്യൂടാ? 1 മോളിന് ആൽഫ റിയാക്ട് ചെയ്യും. അപ്പോ സി ക്വാണ്ടിറ്റി, സി ആണല്ലോ നമ്മുടെ സ്റ്റാർട്ടിംഗ് ക്വാണ്ടിറ്റി, സി ക്വാണ്ടിറ്റിക്ക് എത്ര റിയാക്ട് ചെയ്യും? വാട്ട് വിൽ ബി ദ റിയാക്റ്റഡ് എമൗണ്ട്? 1 മോളിന് ആൽഫ, സി മോളിന് സി ആൽഫ. സോ ദ റിയാക്റ്റഡ് ക്വാണ്ടിറ്റി വിൽ ബി സി ആൽഫ. Therefore, obtained quantity will be C alpha. കാരണം 1 mole give 1 mole. Reacted quantity C alpha ആണ്. So, obtained quantity will be C alpha. അപ്പൊ അസറ്റേറ്റ് എത്ര കിട്ടി? C alpha കിട്ടി. H plus എത്ര കിട്ടി? C alpha കിട്ടി. ഇനി ഇയാൾ എത്ര ബാക്കിയുണ്ട്? How much it remains? Remaining എത്രയാണ്? Taken quantity C. Reacted quantity C alpha. എത്ര ബാക്കിയുണ്ട്? Taken quantity, initial quantity C. React ചെയ്ത quantity C alpha. ബാക്കിയുള്ള quantity എത്രയാ? C minus C alpha. Very good. It is C minus C alpha. That is C into 1 minus alpha. This is the quantity remaining. So, equilibriumത്തില് acetic acid എത്രയുണ്ട്? At equilibrium acetic acid എത്രയുണ്ട്? അസറ്റിക് ആസിഡ് ഇത്രയും ഉണ്ട്. അസറ്റേറ്റ് എത്രയുണ്ട്? അസറ്റേറ്റ് ഇത്രയും ഉണ്ട്. H plus എത്രയുണ്ട്? H plus ഇത്രയും ഉണ്ട്. ഇനി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒന്ന് എഴുതി നോക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഒന്ന് എഴുതി നോക്കാം. സിയുടെ സ്ഥാനത്ത് 5, സിയുടെ സ്ഥാനത്ത് 5, ആൽഫയുടെ സ്ഥാനത്ത് 40% എന്ന് വെച്ചാൽ 0.4. ആൽഫയുടെ സ്ഥാനത്ത് 40% എന്ന് വെച്ചാൽ 0.4. ഒന്ന് എഴുതി നോക്കിയ മക്കളെ. C5 ഇവിടെ C ആൽഫ റിയാക്ട് ചെയ്തു എന്ന് വെച്ചാൽ എത്രയാ? 5 into 0.4. That is 2 reacted. എത്ര ബാക്കിയുണ്ട്? C into 1 minus alpha. C എത്രയാണ് ഇവിടെ? 5. 1 minus ആൽഫ എത്രയാണ്? 0.4. എന്ത് കിട്ടും? 5 into 1 minus 0.4. That is 0.6. 5 into 0.6 എത്രയാണ്? 3. So C equal to 5. Taken quantity C. Reacted quantity C alpha. Remaining quantity C into 1 minus alpha. Taken quantity C equal to 5. ആൽഫ 40% ആണെന്ന് വിചാരിക്കൂ. ആൽഫ 40% ആണെന്ന് വിചാരിക്കൂ. ഫോർ എക്സാമ്പിൾ ആൽഫ 0.4 ആണെന്ന് വിചാരിക്കൂ. C ആൽഫ C into 0.4, 5 into 0.4, 2 മോൾ റിയാക്ട് ചെയ്തു. എത്ര ബാക്കിയുണ്ട്? C into 1 minus alpha. C എന്ന് വെച്ചാൽ 5 into 1 minus alpha. ആൽഫ 0.4, 1 minus 0.4, 0.6 into 5, 3 ബാക്കി. ക്ലിയർ ആണോടാ? ഇനി ഇവിടെ കിട്ടിയ ക്വാണ്ടിറ്റി എങ്ങനെയാണ്? C ആൽഫയാണ്. എത്രയാണ് C? 5. ആൽഫ എത്രയാ? 0.4. That is 2. ഇവിടെ സെയിം C ആൽഫ. Yes. And now you can write equilibrium constant K equal to concentration of CS3COO minus into H plus divided by concentration of CS3COOH.
ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ ഈക്വൽ ടു സി ആൽഫ ഇൻറ്റു സി ആൽഫ ബൈ സി ഇൻറ്റു 1 മൈനസ് ആൽഫ. ഓരോന്നിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിന്റെ വാല്യൂ സി ആൽഫ, ഇതിന്റെ വാല്യൂ സി ആൽഫ, ഇതിന്റെ വാല്യൂ സി ഇൻറ്റു 1 മൈനസ് ആൽഫ. സിംപ്ലിഫൈ ചെയ്യാം. ഒരു സി ക്യാൻസൽ ആയി. സോ യു ഗെറ്റ് കെ ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. And here equilibrium constant K written as Ka. The equilibrium constant K written as Ka. Endha Ka? Ka called a dissociation constant. Dissociation constant of acid. Dissociation constant of acid. Ka എന്ന് വെച്ചാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ്. Ka ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. Ka ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. എന്താണ് Ka? വാട്ട് ഈസ് Ka? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ്. ഇനി നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ബേസ് ആണെന്ന് വിചാരിക്കുക. കെ ബി എന്ന് കൊടുക്കാം. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസ്. സപ്പോസ് യു ആർ ഡീലിംഗ് വിത്ത് എ വീക്ക് ബേസ്. ഒരു വീക്ക് ബേസ് ആണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെന്ന് വിചാരിക്കൂ. എക്സാമ്പിൾ അമോണിയം ഹൈഡ്രോക്സൈഡ്. യു ആർ ഗെറ്റിംഗ് അമോണിയം അയോൺ പ്ലസ് hydroxyl ion. You are starting with the C. Here it is 0. React to the quantity C alpha. ഇവിടെ ഫോം ചെയ്തത് C alpha, C alpha. ഇവിടെ remaining C into 1 minus alpha. And now you can write Kb. Kb equal to NH4 plus into OH minus divided by NH4OH. എന്ന് വെച്ചാൽ again the same C alpha into C alpha by C into 1 minus alpha, that is C alpha square by 1 minus alpha. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? Kb എന്ന് എഴുതാം. Kb equal to C alpha square by 1 minus alpha. And what is Kb? Kb എന്ന് വെച്ചാൽ എന്താണ്? Dissociation constant of base. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസ്. കാരണം ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ബേസ് ആണ്. ദിസ് ഈസ് അമോണിയം ഹൈഡ്രോക്സൈഡ്, ഒരു ബേസ് ആണ്. അപ്പോ ആസിഡ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ Ka എന്ന ടേം യൂസ് ചെയ്യാം. ബേസ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ Kb എന്ന ടേം യൂസ് ചെയ്യാം. Ka എന്ന് വെച്ചാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ്. Kb എന്ന് വെച്ചാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസ്. ഓക്കെ ആണോ മക്കളെ? യെസ്, ഇത് നോട്ട് ചെയ്തോ? യെസ്. അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യാം. ഗ്രേറ്റർ ദ Ka വാല്യൂ, ഇത് Ka ആണ്, ഇത് Ka ആണ്. ഒന്ന് പറയാമോ? Greater the Ka value, is it stronger or weaker, the acid? Ka value കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം
സ്ട്രോങ് ആസിഡ് ആണ് എന്നാണോ? റിലേറ്റീവ്ലി സ്ട്രോങ് ആസിഡ് എന്നാണോ വീക്ക് ആസിഡ് എന്നാണോ? ഇപ്പൊ വീക്ക് ആസിഡ് എന്ന് പറയുമ്പോൾ തന്നെ അതില് സ്ട്രെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. എന്റെ ചോദ്യം, കെ എ വാല്യൂ കൂടുമ്പോൾ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ കെ എ, ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് വാല്യൂ കെ എ കൂടിയാൽ സ്ട്രെങ്ത് ഓഫ് ആസിഡ് കൂടുന്നു എന്നാണോ കുറയുന്നു എന്നാണോ? Greater the Ka value, let me complete the sentence. Greater the Ka value, is it stronger the acid എന്ന് എഴുതണമോ weaker the acid എന്ന് എഴുതണമോ? Tell me. Yes, stronger the acid. Greater the Ka value, stronger the acid. Relatively, കേട്ടോ, relatively stronger the acid. കാരണം Ka വാല്യൂ കൂടുതലാണെങ്കിൽ എന്താ അർത്ഥം മക്കളെ? ഇത് കൂടും, പ്രോഡക്റ്റ് സൈഡിൽ കൂടും എന്ന് വെച്ചാൽ ഇത് കൂടും. അതിനല്ലേ നമ്മള് അത് കൂടിയാൽ എന്താ അർത്ഥം? ആസിഡ് സ്ട്രോങ് ആണെന്നല്ലേ എന്റെ അർത്ഥം. ഒരു സ്ട്രോങ് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? H+ കൂടുതലായിരിക്കും. സോ ഗ്രേറ്റർ ദ Ka വാല്യൂ, ഗ്രേറ്റർ ദി H+, സ്ട്രോങ്ങർ ദി ആസിഡ്. റിലേറ്റീവ്ലി ഒന്ന് പറഞ്ഞ്. ആസിഡ് A1, ആസിഡ് A2 ഹാവിംഗ് Ka വാല്യൂ 10⁻³ ആൻഡ് 10⁻⁸. ഏതാ സ്ട്രോങ് ആസിഡ്? A1 ആണോ A2 ആണോ? രണ്ടും വീക്ക് ആണ്. റിലേറ്റീവ്ലി ആരാണ് സ്ട്രോങ്? A1 ആണോ A2 ആണോ? A1 എന്താ സംശയം? A1, this is a larger value and that is a relatively stronger acid. Greater the Ka value, stronger the acid. Greater the Kb value, stronger the base. Greater the Ka value, stronger the acid. Greater the Kb value, stronger the base. എഴുതിയോടാ? എഴുതിയോ? യെസ്. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. സപ്പോസ് ഈ എക്സ്പ്രഷനില് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. സപ്പോസ് ഈ എക്സ്പ്രഷനില് Ka ഈക്വൽ ടു C alpha square minus by 1 minus alpha. Ka equal to C alpha square by 1 minus alpha. Suppose alpha is negligible. ഇപ്പോൾ ഒരു ആൽഫ 5% താഴെയാണെന്ന് വിചാരിക്കാം. ആൽഫ ഒരു 5% അതിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ അത് എത്ര വരും? 0.05 എന്ന് വരും. 5% അതിന്റെ താഴെയോ ആണെങ്കിൽ 0.05 എന്ന് വരും, അല്ലെങ്കിൽ 0.04 എന്ന് വരും. സപ്പോസ് ആൽഫ ഈസ് നെഗ്ലിജിബിൾ. ആൽഫ നെഗ്ലിജിബിളി സ്മോൾ ആണെന്ന് വിചാരിക്കാം. ഇഫ് ആൽഫ ഈസ് നെഗ്ലിജിബിൾ, യു ക്യാൻ ടേക്ക് 1 മൈനസ് ആൽഫ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1. അല്ലെ? ആൽഫ നെഗ്ലിജിബിൾ ആണെങ്കിൽ 1 മൈനസ് ആൽഫയെ 1 എന്ന് എടുത്തുകൂടെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? We get Ka equal to C alpha square എന്ന് കിട്ടും. And therefore alpha equal to square root of Ka by C എന്ന് കിട്ടും. ഇതെല്ലാം പ്രധാനപ്പെട്ട റിലേഷൻസ് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻസ് ആണ്. If alpha is negligibly small, 1 minus alpha can be taken as 1. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1 minus alpha 10% ആണെന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ ആൽഫ 5% ആണെന്ന് വിചാരിക്കൂ. That means 0.05. 1 minus 0.05. Right? എത്രയാണ്? 0.95 അല്ലേ? That is approximately taken as 1, like that.
So if alpha is negligibly small, we can take 1 minus alpha equal to 1 approximately. So you can take Ka equal to C alpha square എന്ന് എടുക്കാം. അത് ക്ലിയർ ആയില്ലേടാ? ക്ലിയർ ആയില്ലേ? യെസ്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പണിയല്ല. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പം ഉള്ള പണി അല്ല. ഇത്തിരി ബുദ്ധിമുട്ടണം. നന്നായിട്ട് എഫർട്ട് എടുത്താലേ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഒരു ആവറേജ് ലിസണിങ് സ്പാൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. എന്നാലും എന്തായാലും ഒരു 15-20 മിനിറ്റ് അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും. അരമണിക്കൂറൊന്നും കിട്ടൂല കേട്ടോ. അരമണിക്കൂറൊന്നും കിട്ടില്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും തന്നെ ശ്രദ്ധ മാറിപ്പോകും. അപ്പൊ നമ്മളിത് പീരിയോഡിക്കലായിട്ട് നമ്മളോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ, ഞാൻ ക്ലാസ്സിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. And you must take a conscious effort to see that you are live listening to the class physically and mentally. കാരണം we can't afford to lose a important point. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മിസ്സാക്കാൻ നമുക്ക് കഴിയില്ല എന്നൊരു ബോധ്യം മനസ്സിനെ പറഞ്ഞ് ഉറപ്പിക്കുക തന്നെ വേണം. പലപ്പോഴും നമുക്ക് ക്ലാസ്സുകളിൽ പ്രധാനപ്പെട്ട പല പോയിന്റുകളും മിസ്സാവും. ആൻഡ് മെനി ടൈംസ് വി ആർ സോ അൺഫോർച്ചുനേറ്റ് ദാറ്റ് ആ പോയിന്റ് ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് പണി തരുന്നതും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇരിക്കണം. വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ മാത്രമേ, നമ്മൾ കോൺഷ്യസ് ആയിട്ടൊരു എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പോയിന്റ്സ് അബ്സോർബ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായി പോയിന്റ്സ് അബ്സോർബ് ചെയ്യണം, അത് റീറ്റെയിൻ ചെയ്യണം, അത് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുകയും വേണം. ഇൻഫാക്ട് 3 ആറുകളുടെ 3R മറ്റേ സിനിമയല്ല കേട്ടോ, RRR സിനിമയല്ല. എന്നാലും ഓർക്കാൻ വേണമെങ്കിൽ അങ്ങനെ വെച്ചോളൂ. 3Rന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രയോഗത്തിലൂടെയാണ് ഒരു വിദ്യാർത്ഥിക്ക് മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുക, ഒരു മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. അതിൽ ആദ്യത്തെ R എന്ന് പറയുന്നത് റിസീവിങ് ആണ്. എത്രമാത്രം നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുന്നു. റിസീവ് ചെയ്യുന്നത് പല ഘട്ടത്തിലാണ് കേട്ടോ. ക്ലാസ് കേൾക്കുന്നത് റിസീവിങ് ആണ്. നിങ്ങളൊരു യൂട്യൂബിലൊരു വീഡിയോ കാണുമ്പോൾ അതൊരു റിസീവിങ് ആണ്. NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്തിരുന്ന് വായിക്കുമ്പോൾ അത് റിസീവിങ് ആണ്. നോട്ട് തയ്യാറാക്കുമ്പോൾ അത് റിസീവിങ് ആണ്. ഇതെല്ലാം റിസീവിങ് ആണ്. There are many children who are excellent in receiving and they are poor in receiving. പല ഘട്ടത്തിലുള്ള ആൾക്കാരുണ്ട്. നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുകയും എന്നാൽ ക്ലാസ്സിൽ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന കുട്ടികളുണ്ട്. മനസ്സിലായില്ലേ? അത് 1ാം ഘട്ടമാണ്. 2ാം ഘട്ടം എന്ന് പറയുന്നത് റീറ്റെയിനിങ് ആണ്. കേട്ട കാര്യങ്ങൾ എത്രമാത്രം നിങ്ങളുടെ മെമ്മറിയിൽ നിലനിൽക്കുന്നു. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, എനിക്ക് മെമ്മറി പവർ കുറവാണ്, ഒന്നും ഓർത്തു വെക്കാൻ പറ്റുന്നില്ല സാർ, പഠിക്കുന്നതൊക്കെ മറന്നു പോകുന്നു സാർ, ഇതെങ്ങനെയാ സാർ ഇതൊക്കെ പഠിച്ചു വെക്കാൻ സാധിക്കുക, ഇതൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാണ് സാർ, മറന്നു പോവുകയാണ് സാർ. അപ്പോൾ മറന്നു പോകുന്നു എന്നുള്ളത് ഒരു സ്ഥിരം കംപ്ലൈൻ്റ് ആണ്. അതേസമയം ചില കുട്ടികൾക്ക് മെമ്മറൈസിങ് എബിലിറ്റി കൂടുതലാണ്. സത്യത്തിൽ എല്ലാവർക്കും മെമ്മറൈസിങ് എബിലിറ്റി എക്സലൻ്റ് ആണ്. മനുഷ്യനോളം മെമ്മറൈസിങ് എബിലിറ്റി ഉള്ള ഒന്നുമില്ല എന്ന് വേണം പറയാൻ. കാരണം മറ്റ് കമ്പ്യൂട്ടറുകളെ പോലെ അല്ല നമ്മൾ. കമ്പ്യൂട്ടറുകളുടെയൊക്കെ മെമ്മറി എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിന്റെ മെമ്മറി ഒരു ലിമിറ്റ് ഉണ്ട്. കമ്പ്യൂട്ടറിന്റെ മെമ്മറി ലിമിറ്റ് ഉണ്ട്. എത്രയാണ് മെമ്മറി അതിൽ എഴുതി കാണിക്കുന്നുണ്ട്, നമുക്കറിയാം ഇത്രയാണ് എൻ്റെ മെമ്മറി. ആ മെമ്മറി ഗംഭീരമാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ മനുഷ്യന്റെ മെമ്മറി അതിൻ്റെ അപ്പുറത്തോട്ടാണ്. കാരണം വി ഹാവ് ഗോട്ട് അൺലിമിറ്റഡ് എക്സ്പാൻഡബിൾ മെമ്മറി മൈ ഡിയർ ചിൽഡ്രൻ. നമ്മുടെ മെമ്മറിയെ നമ്മൾ കുറച്ച് കാണുകയാണ്. വി ഹാവ് ഗോട്ട് അൺലിമിറ്റഡ് എക്സ്പാൻഡബിൾ മെമ്മറി. പക്ഷേ പുതിയ സൗകര്യങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ മെമ്മറിയെ നമ്മൾ ഉപയോഗിക്കാതാവുന്ന സമയത്ത് ആ കാപ്പബിലിറ്റി കുറഞ്ഞു പോവുകയാണ്. സത്യത്തിൽ
അല്ലെങ്കിൽ നമ്മുടെ മെമ്മറൈസിങ് എബിലിറ്റി എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. അത് ഉപയോഗിക്കാൻ ചിട്ടാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ അപ്പൊ ആദ്യത്തെ 6 എന്ന് പറയുന്നത് റിസീവിങ് ആണെങ്കിൽ, രണ്ടാമത്തെ 6 എന്ന് പറയുന്നത് റീറ്റെയിനിങ് അഥവാ മെമ്മറിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണെങ്കിൽ, മൂന്നാമത്തേത് വെരി ഇമ്പോർട്ടൻറ്റ് റീപ്രൊഡ്യൂസിങ് ആണ്. റീപ്രൊഡ്യൂസിങ്, റിട്രീവ് ചെയ്യുക, മെമ്മറിയിൽ നിന്ന് റിട്രീവ് ചെയ്ത് അത് റീപ്രൊഡ്യൂസ് ചെയ്യുക, പരീക്ഷ പേപ്പറിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഈ 3 കാര്യങ്ങളുടെ ഫലപ്രദമായ കോർഡിനേഷനിലൂടെയാണ് അതിഗംഭീരമായിട്ടുള്ള പരീക്ഷാ വിജയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ എഫർട്ട് എടുക്കുക തന്നെ വേണം. ഈ ഓരോ കേസിലും ആദ്യത്തെ 6, രണ്ടാമത്തെ 6, മൂന്നാമത്തെ 6, ഈ 3 6കളിലും പുറകോട്ട് നിൽക്കുന്ന ആൾക്കാര് ഒന്ന് കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ അതിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ സാധിച്ചാൽ നിങ്ങളുടെ അക്കാഡമിക് റിസൾട്ട് നിങ്ങൾ ഇപ്പൊ കാണുന്നതൊന്നും ആയിരിക്കില്ല, മികച്ച വിജയങ്ങളായിരിക്കും. പക്ഷെ അതിന് ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടണം. ശാരീരികമായിട്ടും ശരീരം നമ്മുടെ കൂടെ വന്നോളും. മനസ്സിനൊരു തീരുമാനം ഉണ്ടെങ്കിൽ ശരീരം നമ്മുടെ കൂടെ വന്നോളും. എന്താ സംശയം? മനസ്സിനൊരു തീരുമാനം ഉണ്ടെങ്കിൽ ശരീരം നമ്മുടെ കൂടെ വന്നിരിക്കും, ഉറപ്പല്ലേ? സർ, രാവിലെ എണീറ്റ് പഠിക്കാൻ പറ്റുന്നില്ല, എല്ലാവരും പറയുന്ന പ്രശ്നമാണ്. രാവിലെ നേരത്തെ എണീറ്റ് നിന്ന് പഠിക്കുക നല്ല എഫക്റ്റീവ് ആണെന്നൊക്കെ ടീച്ചേഴ്സും എല്ലാവരും പറയും. പക്ഷെ ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും രാവിലെ എണീറ്റ് നിന്ന് പഠിക്കാൻ സാധിക്കില്ല. അവർക്ക് രാവിലെ എണീറ്റ് നിന്ന് പഠിക്കാൻ പറ്റില്ല, ഉറക്കം തൂങ്ങണം, ശരീരം അനുവദിക്കില്ല. രാവിലെ 3 മണിക്കോ 4 മണിക്കോ 5 മണിക്കോ എണീറ്റിരുന്ന് പഠിക്കാന്ന് വെച്ചാൽ ശരീരം അനുവദിക്കില്ല. കാരണം ശീലമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മനസ്സ് തയ്യാറാവാത്തത് കൊണ്ടാണ്. മനസ്സ് തയ്യാറായി കഴിഞ്ഞാൽ ശരീരം തയ്യാറാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. രാവിലെ നേരത്തെ സ്കൂളിൽ നിന്ന് ടൂർ പോവുകയാണെന്ന് വിചാരിക്കാം. രാവിലെ നേരത്തെ സ്കൂളിൽ നിന്ന് ടൂർ പോവുകയാണ്. 4 മണിക്ക് സ്കൂളിൽ നിന്ന് ബസ് പുറപ്പെടും. നിങ്ങൾ 3:30, 3:45 സ്കൂളിൽ എത്തണം. 3:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ 3:15 ഇറങ്ങണം. 3 മണിക്ക് തയ്യാറാവണം. എങ്കിൽ 3 മണിക്ക് അലാറം വെച്ച് കിടക്കുന്ന നിങ്ങൾ, അല്ലെങ്കിൽ 2:30 അലാറം വെച്ച് കിടക്കുന്ന നിങ്ങൾ, ഒരു പക്ഷേ 2:30 അലാറം വെച്ചിരിക്കുന്നത് എങ്കിൽ 2:25 നിങ്ങൾ എണീറ്റ് അലാറം ഓഫ് ചെയ്യും. അലാറം അടിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഓഫ് ചെയ്യും. ഒരുപക്ഷെ അന്ന് ഉറങ്ങിയിട്ടേ ഉണ്ടാവില്ല. കാരണം മനസ്സിൽ മൊത്തം നമ്മൾ കൂട്ടുകാരോടൊത്ത് ഒരു ട്രിപ്പ് പോകുന്നതിൻ്റെ ഒരു ചിന്തയാണ്. which does not allow you to sleep. And even if you sleep, your subconscious mind carries that moment. 2:30 എണീക്കേണ്ട, അലാറം അടിക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ നിങ്ങൾ ഓഫ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് തയ്യാറായി അച്ഛനെ പോയി ചവിട്ടി വിളിച്ച് ബഹളം ഉണ്ടാക്കി എങ്ങനെയെങ്കിലുമൊക്കെ ആ സമയത്തിന് മുൻപ്. അപ്പോൾ കാണുന്ന ധൃതി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കാണുന്ന ധൃതി സ്കൂളിൽ പോണ പോലെയൊന്നുമില്ല. സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ എന്താ പറയുക, അത് മറക്കും ഇത് മറക്കും, എടുക്കാൻ സമയമായാലും ഇറങ്ങില്ല, അമ്മയുടെ ചീത്തയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇറങ്ങുള്ളൂ. ഇത് അങ്ങനെയല്ല. നമ്മൾ അച്ഛനെ ചീത്ത പറയും, അവിടെ കുട്ടികൾക്ക് എത്തിയിട്ടുണ്ടാവും, എന്താ ചെയ്യണം, വേഗം പോയാൽ എന്നെ കൊണ്ട് വിട്. ഇതൊരു ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്, മൈൻഡ് സെറ്റിന്റെ ഭാഗമാണ്. മൈൻഡ് സെറ്റാണെന്നുണ്ടെങ്കിൽ ശരീരം അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യും. ഇറ്റ്സ് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് അബൌട്ട് ഫിക്സിങ് അവർ ഡ്രീം. ഇത് പറയാനൊക്കെ എളുപ്പമാണ്. ഒരു കരിയർ ഡ്രീം ഉണ്ടാക്കുക, അതിനു വേണ്ടി വർക്ക് ചെയ്യുക എന്നൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ എളുപ്പമാണ്. നടപ്പിൽ വരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. യു ഹാവ് ടു ടേക്ക് കോൺഷ്യസ് എഫേർട്ട് ആൻഡ് കൺസിസ്റ്റന്റ് എഫേർട്ട്. കോൺഷ്യസ് ആൻഡ് കൺസിസ്റ്റന്റ് എഫേർട്ട് രണ്ട് നല്ല വ്യത്യാസമുണ്ട്. കോൺഷ്യസ് ആൻഡ് കൺസിസ്റ്റന്റ് എഫേർട്ട് നല്ല വ്യത്യാസമുണ്ട്. മെനി ടൈംസ് മോട്ടിവേഷൻ ഈസ് ലൈക്ക് ദിസ്. നമ്മൾ പലപ്പോഴും മോട്ടിവേഷൻ കിട്ടുന്ന സമയത്ത് നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഞാൻ ഇന്നാളൊരു എവിടെയോ ഒരു സ്ലൈഡ് കണ്ടതാണ്, നല്ല രസമായിട്ട് എനിക്ക് തോന്നി. മോട്ടിവേഷൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നു, മോട്ടിവേഷൻ. അതേസമയം കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. നോക്ക്, ഡിഫറൻസ് ബിറ്റ്വീൻ മോട്ടിവേഷൻ ആൻഡ് കൺസിസ്റ്റൻസി. മെനി ടൈംസ് മോട്ടിവേഷൻ ഭയങ്കര ത്രില്ഡ് ആയിരിക്കും. ഓക്കെ, നാളെ മുതൽ ഞാൻ ഗംഭീരമായിട്ട് പഠിക്കാൻ പോവുകയാണ് എന്നൊക്കെ തീരുമാനമെടുക്കും. നാളെ വൈകുന്നേരം വരെ ആ തീരുമാനം ഉണ്ടായാൽ ഭാഗ്യം, പിറ്റേ ദിവസത്തേക്ക് എന്തായാലും ഉണ്ടാവില്ല. ഏറി വന്നാൽ 2 ദിവസം, അതോടുകൂടി ആ മോട്ടിവേഷൻ അങ്ങ് തണുക്കും. കാരണം ആ മോട്ടിവേഷൻ ഉണ്ടായത് പുറത്തു നിന്നാണ്, അകത്ത് നിന്നല്ല.
അകത്ത് നിന്നൊരു ഇഗ്നിഷൻ ഉണ്ടാവണം, അകത്ത് നിന്നൊരു ഫയർ വരണം. ആ ഫയർ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൽഫ് മോട്ടിവേഷൻ വിച്ച് വിൽ ടേക്ക് യു ടു എ കൺസിസ്റ്റന്റ് എഫർട്ട്. കൺസിസ്റ്റന്റ് ഹാർഡ് വർക്കിലൂടെയാണ് നമുക്ക് വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം കേട്ടോ. പ്ലീസ് നട്ടലൊക്കെ നിവർന്ന് സ്റ്റഡി ആയിട്ടിരിക്കുക. സിറ്റ് സ്ട്രൈറ്റ്, സിറ്റ് സ്ട്രൈറ്റ്. ഈ പറഞ്ഞതിലൊന്നും എന്തെങ്കിലും ഇതുണ്ടോ, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, എങ്കിൽ ഒരു ഹോംവർക്ക് എഴുതിയെടുക്കാം. നാളെ വരുമ്പോൾ ചെയ്തിട്ട് വരണം. ഒരു ഹോംവർക്ക് എഴുതിയെടുക്കാം, നാളെ വരുമ്പോൾ ഒന്ന് ചെയ്തിട്ട് വരാം. സപ്പോസ് വി ആർ ഡീലിംഗ് വിത്ത്, നോക്കട്ടെ എത്ര പേർക്കാണ് അത് ചെയ്യാൻ പറ്റുന്നത് നോക്കട്ടെ കേട്ടോ. സപ്പോസ് യു ആർ ഡീലിംഗ് വിത്ത് എ വീക്ക് ഇലക്ട്രോലൈറ്റ് AXBY. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് AXBY, ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. AXBY ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് ഡിസോസിയേറ്റിംഗ് ആസ് X times A and Y times B. X times A and Y times B. And we are starting with the C concentration. ഇവിടെ 0. And at equilibrium degree of dissociation, at equilibrium degree of dissociation is alpha. At equilibrium the degree of dissociation is alpha. അപ്പോൾ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുക, AXBY എന്നൊരു ഇലക്ട്രോലൈറ്റ് സ്റ്റാർട്ടിംഗ് വിത്ത് C concentration. At equilibrium degree of dissociation is alpha. Okay, and then derive a relation for K equal to ഒരു റിലേഷൻ ഡിറൈവ് ചെയ്യാം. ജസ്റ്റ് ലൈക്ക് നമ്മളിപ്പോ ഇവിടെ എന്താ ചെയ്തത് നോക്കൂ, ഇവിടെ എന്താ ചെയ്തത് അതേപോലെ ചിന്തിച്ചോളൂ. എന്താ ഉണ്ടായത്? എന്തൊക്കെയോ സംഭവിക്കുന്നു, പോട്ടെ. ഇവിടെ നമ്മൾ എന്താ ചെയ്തേ? അസറ്റിക് ആസിഡ് ഗേവ് അസറ്റേറ്റ് H+. എന്താ നമുക്ക് ഫൈനൽ കിട്ടിയ റിലേഷൻ? Ka ഈക്വൽ ടു C alpha square by 1 minus alpha. Ka ഈക്വൽ ടു C alpha square. ഈ കിട്ടിയില്ലേ? ഇതേപോലെ അല്ലെങ്കിൽ തൊട്ടടുത്ത് നമ്മൾ ചെയ്തു, ഇവിടെ ചെയ്തു Kb ഈക്വൽ ടു C alpha square by 1 minus alpha. ഇവിടെയും നോക്ക്, സപ്പോസ് ആൽഫ ഈസ് നെഗ്ലിജിബിൾ. Suppose alpha is negligible, 1 minus alpha can be taken as 1. Therefore, Kb equal to C alpha square. ഇവിടെയും കിട്ടും. അതേപോലെ ഇവിടെ നിങ്ങൾ ചെയ്യാം. AXBY. It is a weak electrolyte and a concentrated solution. Weak electrolyte and a concentrated solution of AXBY having concentration C and degree of dissociation alpha. I want a relationship for K equilibrium constant. Equilibrium constant in ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു വരിക. ക്ലിയർ ആണോടാ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു വരിക. K equal to in terms of C alpha etc. ചോദ്യം ക്ലിയർ ആണോ? അസറ്റിക് ആസിഡ് ചെയ്തതുപോലെ, അമോണിയം ഹൈഡ്രോക്സൈഡ് ചെയ്തതുപോലെ ഇവിടെ ഞാൻ വേറൊരു ഹൈപ്പോത്തറ്റിക്കൽ സ്പീഷീസ് തന്നിട്ടുണ്ട്. AXBY giving X times A and Y times B. Starting with initial concentration C, degree of dissociation alpha, what will be the equilibrium constant K? അത് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരാം.
ചോദ്യം വ്യക്തമല്ലേ? ചോദ്യം വ്യക്തമല്ലേ? യെസ്. ആൻഡ് ഈ എഴുതിയ എക്സ്പ്രഷൻ അതിനൊരു പേരുണ്ട്, അതും കൂടെ ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ കാണുന്നത് ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ എക്സ്പ്രഷൻ എന്ന് പറയും. ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ ലോ. ദിസ് ഈസ് കോൾഡ് ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ ലോ. ഇവിടെ മാത്തമാറ്റിക്കലി ഈസി ആയിട്ട് മനസ്സിലാക്കാം. കോൺസെൻട്രേഷൻ കൂടിയാൽ ആൽഫ കുറയും, ഓർ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ ആൽഫ കൂടും. കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ ആൽഫ കൂടും. കോൺസെൻട്രേഷൻ കുറയാന്ന് വെച്ചാൽ ഡൈല്യൂട്ട് ചെയ്യുക. വെൻ യു ഡൈല്യൂട്ട്, the degree of dissociation will increase. When it is a concentrated solution, degree of dissociation decreases. അതാണ് ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ ലോ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ എക്സ്പ്രഷൻ തന്നെ. സി കുറഞ്ഞാൽ ആൽഫ കൂടും, സി കൂടിയാൽ ആൽഫ കുറയും. നാളെ വരുമ്പോൾ ഇതിന്റെ എക്സ്പ്രഷൻ എല്ലാവരും ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് വരാൻ ശ്രമിക്കുക. ഹോംവർക്കായിട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ സമയം ഏകദേശം തീരാറായിരിക്കുന്നു. യെസ്, നമുക്ക് നിർത്താം. ഇന്ന് നമ്മൾ അയോണിക് ഇക്വിലിബ്രിയത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് കവർ ചെയ്തത്. എന്താണ് ഇലക്ട്രോലൈറ്റ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, വീക്ക് ഇലക്ട്രോലൈറ്റ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ ലോ. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതിനു മുൻപ് ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാന പോർഷനും കൂടെ പറയുകയുണ്ടായി. അപ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന പാർട്ട് കഴിഞ്ഞ് അയോണിക് ഇക്വിലിബ്രിയം എന്ന പാർട്ടിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ചെയ്തു വരാം. നാളത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്. വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ ദ ടോപ്പിക് ഫ്രം, എഴുതി വെച്ചോളൂ, acids and bases. Acids and bases, ഇതാണ് നമ്മുടെ നാളത്തെ ടോപ്പിക്. അതിന്റെ ഹെഡിങ് ഒന്ന് എഴുതി വെക്കാം. അവിടുന്നായിരിക്കും നമ്മൾ നാളെ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് നിർത്താം. യെസ്, എല്ലാവരും നന്നായിട്ട് പഠിച്ചു വരിക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എടുക്കുന്ന ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിക്കുക. ആ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇഫ് എനി ഡൗട്ട് പ്ലീസ് ബ്രിങ് ഇൻ ടു ദ നോട്ടീസ്. അപ്പോൾ നമുക്ക് നാളെ ഈ ടോപ്പിക്കിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നാളെ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ, സ്റ്റഡി വെൽ, നന്നായിട്ട് പഠിക്കുക. നാളെ കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്, സീ യു, ബൈ.